നമുക്കിനി ഇടുക്കിയുടെ ഒരു സൗന്ദര്യ ഭംഗി ഒന്ന് ആസ്വദിക്കാം. ഇടുക്കിയെ മിടുക്കിയാക്കുന്നത് മനോഹരമായ അനേകം വെള്ളച്ചാട്ടങ്ങൾ കൂടി ചേർന്നാണ്. ഒന്നിനേക്കാൾ മനോഹരമാണ് എല്ലാ വെള്ളച്ചാട്ടങ്ങളും. ഇന്ന് ജില്ലയുടെ ലോ റേഞ്ചിൽ നിന്നൊരു മനോഹരിയെ പരിചയപ്പെടാം. ഞണ്ടിറുക്കിയുടെ കാൽച്ചുവട്ടിലേക്ക് അധികം ആളുകൾ ചെന്നെത്തിയിട്ടില്ല. മലയോരങ്ങളിലേക്ക് പുറപ്പെട്ടു വന്ന സഞ്ചാരികളിൽ നിന്നും ഈ മഹാപ്രവാഹം അനേക വർഷങ്ങൾ മറഞ്ഞു നിന്നു. പ്രകൃതി ഒരുക്കിയ മറപ്പുരകളെല്ലാം ഭേദിച്ച് തനിക്ക് മുന്നിലേക്ക് വന്നു നിന്നവർക്കായി അവൾ പിടിവിട്ടൊഴുകി. അവൾ അതിപ്രതാപിയായ ഞണ്ടിറുക്കി വെള്ളച്ചാട്ടം. അടി ഉയരത്തിൽ നിന്നാണ് ജലപ്രവാഹത്തിന്റെ പുറപ്പാട്. കെട്ടഴിച്ചിട്ട വെളുത്ത മുടിക്കെട്ട് പോലെ പാറക്കെട്ടുകളിൽ തട്ടിച്ചിതറി ഒഴുകിയെത്തുന്ന ജലം. താഴ്ത്തട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഒഴുക്കിന് ശാന്തഭാവം. അടിപൊളി വെള്ളച്ചാട്ടമാണ്. ഞങ്ങൾ ഇടയ്ക്കെല്ലാം കാണാൻ വരാറുണ്ട്. വീട്ടിൽ നിന്ന് എല്ലാവരുമായിട്ട് ഇവിടെ വരാറുണ്ട്. അടിപൊളിയാണ്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരിക്കാനൊക്കെ നല്ലൊരു സ്ഥലമാണ്. മഴക്കാലം ആകുമ്പം മഴ പെയ്ത് കഴിയുമ്പോൾ നല്ല വെള്ളം കുത്തി ഒലിച്ച് നല്ല മഞ്ഞൊക്കെ ആയിട്ട് നല്ല വൈബാണ് വന്നിരിക്കാനായിട്ട്. ജലരാശിയുടെ മേൽത്തട്ട് കാണാൻ നനഞ്ഞൂറിയ പടിക്കെട്ടുകളുണ്ട്. വഴുക്കി വീഴാതെ സൂക്ഷ്മമായി നടന്നാൽ മുകളിലേക്കെത്താം. അവിടെ വെച്ച് കുത്തൊഴുക്ക് അതിന്റെ രൗദ്രഭാവത്തിലേക്ക് വെളിപ്പെടുന്നു. തൊടുപുഴയിൽ നിന്ന് കലയന്താനിയും പൂമാലയും പിന്നിട്ട് വേണം ഞണ്ടിറുക്കിയിലേക്കെത്താൻ. വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ വന്ന വഴിയത്രയും വ്യക്തമായി കാണാനാകും. താഴെ തിമിർത്തൊഴുകിയതിന്റെ ക്ഷീണത്തിൽ അവൾ തളർന്നൊഴുകുന്നു. പാറക്കെട്ടുകളിൽ തട്ടിത്തെറിച്ച നീർത്തുള്ളികൾ പെയ്തിറങ്ങുന്നുണ്ട്. ഇത് മഞ്ഞും മഴയുമല്ല, ഞണ്ടിറുക്കി എന്ന മഹാവിസ്മയം. ഞണ്ടിറുക്കി വെള്ളച്ചാട്ടത്തിന്റെ കീഴിൽ നിന്നും ജിബിൻ തോമസിനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, ഇടുക്കി.